ഹലോ, നമസ്കാരം. പൊതുവിൽ രോഗികൾ ആശുപത്രിയിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഒരു അസുഖ ലക്ഷണത്തിൻ്റെ നിറവും മണവും, അത് സെക്രീഷനായാലും എക്സ്ക്രീഷനായാലും അതിൻ്റെ നിറവും മണവും ഉദ്ധരിച്ച് രോഗലക്ഷണങ്ങൾ പറയുന്ന ഒരു രീതി പണ്ടുകാലത്ത് പ്രബലമായിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യധാരാ ചികിത്സകൾ പരാജയപ്പെട്ട് ഈ ആയുഷ് വിഭാഗം ചികിത്സകളെ ആശ്രയിക്കുന്നവരെ കാണാൻ വരുന്ന രോഗികൾ വ്യക്തമായും അക്കമിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. എൻ്റെ മലത്തിൻ്റെ നിറം ഇങ്ങനെയാണ്, മലത്തിന് അസ്വാഭാവികമായ ഗന്ധമുണ്ട്, മലത്തിൻ്റെ ഫിസിക്കൽ നേച്ചർ അത് ഫ്ലഷ് ചെയ്താൽ കമ്മോഡിലെ വെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കുന്നു, ഇത്യാദി കാര്യങ്ങൾ വളരെ കൂലങ്കഷമായി നിരീക്ഷിച്ച് ഡോക്ടറോട് പറയുന്ന ഒരു രീതി ഈ രോഗികൾക്കിടയിൽ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം. എനിക്ക് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള വിയർപ്പാണ്. ടർപ്പൻ്റെയിനും മണ്ണെണ്ണയും പോലെയൊക്കെ എനിക്ക് വിയർപ്പിന് രൂക്ഷഗന്ധം അനുഭവിക്കുന്നു. എൻ്റെ മൂത്രത്തിന് ഈ കായമണക്കുന്ന പോലുള്ള ഗന്ധമുണ്ട്, ഇത്യാദി കാര്യങ്ങൾ പറയുന്ന ഒരു രീതി. അതുപോലെ എൻ്റെ തുണിയിൽ പറ്റുന്ന വിയർപ്പ് ഉണങ്ങിക്കഴിയുമ്പോൾ അതിന് മാപ്പിങ് പോലുള്ള രീതി, വാട്ടർ മാർക്കിങ് പോലെ കാണുന്നു, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ബ്രൗൺ നിറത്തിലോ അതിൽ അഴുക്കടിഞ്ഞതുപോലെ കാണുന്നു, ഇത്യാദി കാര്യങ്ങൾ രോഗി പറയുന്നത് പതിവാണ്. ഒരുപക്ഷെ ഇത് കേൾക്കാനോ ഇത് നിരീക്ഷിക്കാനോ ഇത് ഉൾക്കൊള്ളാനോ ഒന്നും മുഖ്യധാരാ ചികിത്സകർക്ക് സമയം കിട്ടാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അത് അവരെ അവഗണിക്കുന്നത് കൊണ്ടാകാം രോഗി ഇത്തരം കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാത്തതും. എനിവേ, രോഗിയുടെ മൂത്രത്തിൻ്റെ ഗന്ധം, വിയർപ്പിൻ്റെ ഗന്ധം, വിയർപ്പ് തുണിയിൽ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ടെക്സ്ചർ, അതുപോലെ യോനി സ്രവങ്ങളുടെ ടെക്സ്ചർ, അതിൻ്റെ നിറം, അതിൻ്റെ ഗന്ധം, പിന്നെ ഈ വായിൽ വരുന്ന ദുർഗന്ധങ്ങൾ, ചെവിയിൽ വരുന്ന അസ്വാഭാവികമായ ദുർഗന്ധങ്ങൾ, അതെല്ലാം തന്നെയും രോഗത്തെ തിരിച്ചറിയുന്നതിന് ഒരുപാട് ഉപയുക്തമാകുന്ന കാര്യങ്ങളാണ്. യൂറിക് ആസിഡ് കൂടിയ ആൾ, ഈ കീറ്റോൺ ബോഡീസ് യൂറിൻ വഴി എലിമിനേറ്റ് ചെയ്യുന്നവർ, മൈക്രോ ആൽബുമിൻ കൂടി നിൽക്കുന്നവർ, ഗ്യാസ്ട്രിക് അപ്സെറ്റ്സ് ഉള്ളവർ, എച്ച് പൈലോറിയുടെ സാന്നിധ്യം ആമാശയത്തിലുള്ളവർ, ഈ യൂട്രൈൻ ഇഷ്യൂസ് ഉള്ളവർ, ഇവർ ഒക്കെ തന്നെ പ്രത്യേകമായ ചില ഗന്ധങ്ങൾ ബോഡിയിൽ പുറപ്പെടുവിക്കാറുണ്ട്. അതുപോലെ സെക്രീഷൻ്റെയും എക്സ്ക്രീഷൻ്റെയും നിറവ്യത്യാസം വഴി തന്നെ ഈ കൊളൈറ്റിസ് പോലെയുള്ളതും കാർസിനോമ പോലുള്ളതും ആയ പല കാര്യങ്ങളെയും സംശയിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടതായി ഭാവിക്കുന്നില്ലെങ്കിൽ പോലും മുഖ്യധാരാ ചികിത്സകരും ഇവ പരിഗണിക്കാറുണ്ട്. അതുവഴി തന്നെയാണ് അവർ ഡിസീസ് കൺഫേം ചെയ്യാനായിട്ട് ചില കൺഫർമേറ്റീവ് ക്ലിനിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടി രോഗിയെ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആധുനിക സമൂഹത്തിലെ ചില സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രോഗികൾ ഇത്തരം ഗന്ധങ്ങളെയും മറ്റു കാര്യങ്ങളെയും മറക്കാനുമൊക്കെ ബോധപൂർവം ശ്രമിക്കുന്നവരാണ്. അതിനായിട്ട് അവർ ഒരുപാട് പെർഫ്യൂമും പല സുഗന്ധദ്രവ്യങ്ങളും വാരി പൂശുകയും, ഇവ ലീഡിങ് ക്വസ്റ്റ്യനായിട്ട് ഡോക്ടർ അങ്ങോട്ട് ചോദിച്ചാൽ തന്നെ അവർ സമ്മതിക്കാനും തയ്യാറല്ല. അറിയുക, നമ്മുടെ കമ്മോഡിന് വെള്ള നിറം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫീക്കൽ മാറ്ററിൻ്റെ അസ്വാഭാവികമായ നിറം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനും അത് തിരിച്ചറിയാനും വേണ്ടിയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു അബദ്ധ ചിന്തയായും അശാസ്ത്രീയ ചികിത്സകൻ്റെ അഭിപ്രായമായും ഒന്നും അവഗണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പരീക്ഷണശാലയിൽ രാസദ്രവ്യങ്ങളെ തിരിച്ചറിയുന്നത് പോലും ഇത്തരം മണവും നിറവും ഒക്കെ നോക്കി തന്നെയാണല്ലോ. അപ്പോൾ ജീവനുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ജീവനില്ലാത്ത കാര്യങ്ങൾക്കും തനതായ സ്വഭാവ സവിശേഷതകളുള്ളപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യം കൈവിട്ടു പോയി കഴിഞ്ഞാൽ ശവമായി മാറുന്ന നമുക്ക് പോലും
അസ്വാഭാവികമായ ആത്മഹത്യകളോ അസ്വാഭാവിക മരണങ്ങളോ തിരിച്ചറിയുന്നതിനായിട്ട് പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ് നടത്തുമ്പോൾ മുൻകാലങ്ങളിൽ ഇത് പകൽ സമയം സൂര്യ വെളിച്ചമുള്ളപ്പോൾ മാത്രമേ ചെയ്യാറുള്ളായിരുന്നു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങൾ, മെനിഞ്ചിയൽ മെമ്പറൈൻ എന്നിവയിലെയൊക്കെ ചില നിറങ്ങൾ ഇത് ഫ്ലിക്കറിങ് ടൈപ്പ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തിളങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം, അതുപോലെ തന്നെ ചില ഗന്ധങ്ങൾ, ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് രോഗി ഒരു പോയിസൺ കഴിച്ചിരുന്നോ എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ഉപയുക്തമാക്കാൻ വേണ്ടിയാണ് ഈ സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രം പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ് നടത്തിയിരുന്നത്. ആധുനിക കാലത്ത് അതിന് ഉപയുക്തമാവുന്ന പ്രകാശ സംവിധാനങ്ങളൊക്കെ നിലവിൽ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രികാലങ്ങളിലും ഇവ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും ഗ്രഹിക്കാതെയും പൂർണ്ണമായും കേൾക്കാതെയും ഇതിൻ്റെ തലക്കെട്ട് മാത്രം വായിച്ചും കേട്ടും അറിഞ്ഞും വിമർശിക്കാനും കമൻറ്റുകൾ എഴുതാനും തയ്യാറാകുന്നവർ പലവരും ഇത് കേൾക്കാൻ ശ്രമിക്കണം എന്ന് കേവലമായ ഒരു അപേക്ഷയോടെ നിർത്തട്ടെ.